ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫ് പർപ്പസ്, അതായത് ജന്മ ഉദ്ദേശ്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് റീഡിങ്ങിന് പോകാം. എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്? നിങ്ങളുടെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഓരോരുത്തർക്കും ഓരോരോ ലൈഫ് പർപ്പസ് ഉണ്ടായിരിക്കുമല്ലോ. എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ലല്ലോ. ബോട്ടം വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ്. നമുക്ക് നോക്കാവേ. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, സൺ കാർഡ്, സ്റ്റോം വാർണിംഗ്, ഹാപ്പി ഫാമിലി, anxiety, the temple path. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സൺ കാർഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് വേൾഡ് കാർഡാണ്. അതായത് 2+9 = 11. 11 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹത്തെ തരുന്നതാണ്. ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. മനസ്സിലായി? എല്ലായ്പ്പോഴും നിങ്ങൾ എന്തിനെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ ഏഞ്ചൽസിനെ വിളിക്കുന്നുണ്ടാവാം. ആ ഒരു വിളിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുഗ്രഹത്തെ ലഭിക്കുന്നതാണ്. ഒരു അദൃശ്യ ശക്തി നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കണം, അല്ലേ? അപ്പൊ നിങ്ങൾ ഏഞ്ചൽസിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്പിരിച്വൽ പാത്തിലൂടെ മുന്നോട്ട് വരാൻ തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതുമല്ല എങ്കിൽ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമാകുന്നുണ്ട്. ഈ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് അറിവ് ലഭിക്കുകയാണ്. കാരണം നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ വരുന്നു. അതായത് പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ധാരാളം അറിവ് ലഭിക്കുമ്പോൾ പല കാര്യങ്ങളിലൂടെയും പല ഉദാഹരണങ്ങളിലൂടെയും നിങ്ങൾ മറ്റുള്ളവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്കൊരു പ്രചോദനമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ കാണാൻ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. കാരണം നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ വരുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന തേജസ്, നിങ്ങളിൽ ഉണ്ടാകുന്ന പോസിറ്റിവിറ്റി, പോസിറ്റീവായിട്ടുള്ള എനർജി, അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നു. അപ്പോൾ ഇത് തന്നെ നിങ്ങളുടെ ഒരു ജന്മ ഉദ്ദേശ്യമായിട്ട് ഡിവൈൻ ഇവിടെ നിങ്ങൾക്ക് വാണിംഗ് തരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഡിവൈൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ എന്തിനു വേണ്ടി സ്പിരിച്വൽ വേയിലൂടെ വന്നു, എന്തായിരുന്നു നിങ്ങൾക്ക് അതിൻ്റെതായ ഉദ്ദേശം, എന്തിനാണ് നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണം. അതിലൂടെ നിങ്ങളുടെ സോൾ പ്യുവർ ആവുന്നു എന്നുള്ളതാണ് നമുക്ക് ഒന്നാമതായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത്. അങ്ങനെ സോൾ പ്യുവർ ആവുമ്പോഴാണ് നിങ്ങൾക്കൊരു സ്പിരിച്വൽ വേയിലൂടെ വരാൻ പറ്റുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഒരുപാട് സൈനുകൾ കാണുന്നത്. മനസ്സിലായി? ബട്ടർഫ്ലൈസിനെ കാണുന്നതും ഏഞ്ചൽ നമ്പേഴ്സ് സ്ഥിരമായിട്ട് കാണുന്നതും ഒക്കെയും അതിനുള്ള ചില സിമ്പലുകളാണ്. കാരണം നിങ്ങൾ ഈ ഒരു വേയിലൂടെ മുന്നോട്ട് വരുന്നു. ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് ലഭിക്കാൻ പോകുന്നു, അഥവാ നിങ്ങളുടെ ജീവിതത്തിനൊരു അഭിവൃദ്ധി വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. മനസ്സിലായോ? അതുതന്നെയാണ് നിങ്ങളുടെ ജന്മ ഉദ്ദേശ്യം. മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുക എന്നുള്ളത് നിങ്ങളുടെ ജന്മ ഉദ്ദേശ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഡിവൈൻ നിങ്ങളെ ഈ വഴിയിലൂടെ നടത്തിക്കുന്നത്.
മനസ്സിലായി? എല്ലാവർക്കും ഇത്തരം ഒരു വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് പ്രചോദനമാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഭഗവത്ഗീതയിൽ ഭഗവാൻ ആർക്കാണ് ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്? അർജുനൻ ഒരു നല്ല വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് അർജുനൻ അത് ഉപദേശിച്ച് കൊടുക്കാനുള്ള കഴിവ് ഭഗവാന് വന്നത്. അത് ഉപദേശം കിട്ടിക്കഴിഞ്ഞാലും അത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് എല്ലാ കാര്യങ്ങളിലും ഡിവൈൻ മുന്നേ തന്നെ നിങ്ങൾക്കൊരു വാണിംഗ് തരുന്നതാണ്. നിങ്ങളെ നടത്തേണ്ട വഴിക്ക് തന്നെയാണ് ഡിവൈൻ യഥാർത്ഥത്തിലും നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് സൺകാർഡാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കവും വരുന്നുണ്ട് ഇവിടെ. മറ്റുള്ളവർക്ക് ഒരു ജീവിതത്തിന്റെ തുടക്കം വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാവുകയാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു വിളക്കുണ്ടെങ്കിൽ അതിന്റെ പ്രകാശം മറ്റുള്ളവർക്ക് ലഭിക്കും, അല്ലെ? ആ പ്രകാശത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതവും ധന്യമാകും, സുന്ദരമാകും. മനസ്സിലായി? ഇവിടെ എന്താണ്? ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് ധാരാളമായിട്ട് വന്നിരിക്കുന്നത്. ലോട്ടസ് ഫ്ലവർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബേബിയെ കാണിച്ചിരിക്കുന്നു, അതുപോലെ ഫ്ലവേഴ്സിന് മറ്റ് ചില ബുക്കുകൾ കാണിച്ചിരിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള വ്യക്തികളാവണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളിച്ചമാകുന്നു എന്നുള്ളത്. നിങ്ങൾ ധാരാളമായിട്ട് വായിച്ച് നല്ല അറിവ് നേടിയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നിരന്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവികമായ എനർജിയിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കണം. മനസ്സിലായോ? അപ്പൊ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രമാത്രം കഴിവുകൾ ഉള്ളപ്പോൾ നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന മറ്റുള്ളവർക്കും ഇതേ കഴിവുകൾ ലഭിക്കാനുള്ള സാധ്യതയാണ്. അത് മറ്റുള്ളവർക്ക് കൂടി ബാധിക്കുന്ന എനർജിയാണ് നിങ്ങൾക്കുള്ളത്. അഥവാ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാനും ചില കാര്യങ്ങൾ ചെയ്യിക്കാനും നിങ്ങൾ തന്നെ ഒരു പ്രകാശമാകാനും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനായിട്ടാണ് ഡിവൈൻ നിങ്ങളെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ഈ ഒരു ലക്ഷ്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഡിവൈൻ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇത്തരം ഒരു ജന്മം നിങ്ങൾ എടുത്തിരിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വായിച്ചറിവുകൾ നേടിയിട്ടുള്ള വ്യക്തികളാവാം, അതുപോലെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായി നേടിയിട്ടുള്ള വ്യക്തികളാവാം. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവർക്കൊരു പ്രചോദനമായിട്ട് മുന്നോട്ട് അവരെ നയിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ അതിനായിട്ട് നിയോഗിച്ചിരിക്കുന്നു യൂണിവേഴ്സ്. നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് ഇതിനായിട്ടാണ്. നിങ്ങളിൽ പലർക്കും ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന അടുത്തായിട്ട് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ്. നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കറിയാം. മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് അത്രയ്ക്ക് നല്ലതായിട്ട് അറിഞ്ഞുകൂടായിരിക്കും. അത് നിങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. നിങ്ങളുടെ ആ സാമ്പത്തികമായ വരുമാനത്തിൽ നിങ്ങൾ വരവ് ചെലവുകൾ മനസ്സിലാക്കി കഴിയുന്നത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതും മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഈ ഒരു ഏറ്റവും വലിയ ഒരു ഗുണം കണ്ടുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും നല്ല വഴിയെ പോകാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കഴിവ് ഡിവൈനായിട്ട് തന്നതാണ്. മനസ്സിലായി? ഇത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഗുണമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോം വാണിംഗ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുകൾ, നിങ്ങളുടെ സോളിന്റെ പ്യൂരിറ്റി കൊണ്ട് എന്തെങ്കിലും ആപത്തുകൾ, അതുപോലെ നിങ്ങൾക്ക് നല്ല ഇൻഡ്യൂഷൻ ഉള്ള വ്യക്തികളാണ്. എന്തെങ്കിലും ആപത്തുകൾ വരുമ്പോൾ തന്നെ അത് മുൻകൂട്ടി അറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം, അല്ലേ? ശരിയല്ലേ? ചില കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നു, അതേപോലെ നടപ്പാകുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു കിട്ടുന്നത് കൊണ്ടാണ്. ഈ ഒരു പവർ എത്രമാത്രം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നു, അത് തന്നെ നിങ്ങൾക്ക് വരാനുള്ള കാര്യത്തെ മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവുണ്ടാകുന്നു. ഈ കഴിവ് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അതിനൊരു മുൻകരുതൽ എടുക്കാനും നിങ്ങളെ കൊണ്ടും പറ്റും. നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊരു നല്ല ഹീലറാണെന്ന് കാണുന്നുണ്ട്.
കാരണം ഇവിടെ ടെമ്പിൾ പാത്ത് വന്നിട്ടുണ്ട്, ഇവിടെ ആങ്സൈറ്റി. നിങ്ങളൊരു നല്ല ഹീലറാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ റീഡിങ് കാണുന്നതിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ടാരോ റീഡേഴ്സ് ആവാം, അഥവാ അത് പഠിക്കുന്നവരാവാം, ഇനി റേക്കി ഹീലർ ആവാം, റേക്കി പഠിക്കുന്നവരാവാം, ക്രിസ്റ്റലുകളെ കുറിച്ച് പഠിക്കുന്നവരാവാം. അതാണ് ഒരു ഹീലിംഗ് പവർ തരുന്നതല്ലേ, ക്രിസ്റ്റൽസ് ആണ് ഹീലിംഗ് പവർ തരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ഹീലിംഗ് നടത്തി കൊടുക്കുന്നവരായിരിക്കാം. നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഹീൽ ചെയ്യുന്നു. തന്നെയുമല്ല, അതിന് അത്രമാത്രം ഒരു പവർ നിങ്ങൾക്കുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒന്ന് പിടിച്ചാൽ തന്നെയും അവർക്കൊരു ആശ്വാസം കിട്ടുന്നു. അത്രമാത്രമുള്ള പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു. മനസ്സിലായോ? അവരെ ഹീൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു, മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിയുന്നു. അവർക്ക് എത്രമാത്രം അസുഖമുണ്ട് എന്നിരുന്നാൽ പോലും ചിലപ്പോഴൊക്കെ നിങ്ങൾ വന്നൊന്ന് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരാശ്വാസം ലഭിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഹീലിംഗ് പവർ കൊണ്ടാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ ദൈവാനുഗ്രഹം ഒക്കെ ഇവിടെ പ്രയോജനപ്രദമാവുകയാണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഈ ഒരു വഴിയിലേക്ക് തെരഞ്ഞെടുത്തത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ കളങ്കമില്ലായ്മ ഇവിടെ ചൈൽഡിനെ കാണിച്ചിരിക്കുന്നു. മനസ്സിലായി? ഈ ഒരു ചൈൽഡിനെ കാണിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കളങ്കമില്ലായ്മയാണ്. കുട്ടികൾക്ക് കളങ്കമില്ലായ്മയുണ്ട് അല്ലെ? അപ്പൊ ഈ കുട്ടികളുടെ കളങ്കമില്ലായ്മ, നിഷ്കളങ്കത എന്ന് പറയുന്നത് നിങ്ങൾക്കും ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ സംസാരിക്കാനും നല്ല വഴിയെ അവരെ മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കോട് പകർന്നു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പ്യൂരിറ്റി കൊണ്ടാണ്, സോളിന്റെ പ്യൂരിറ്റി കൊണ്ടാണ്. മനസ്സിലായി? നിങ്ങൾ ചിലപ്പോൾ ഒരു ഓൾഡ് സോൾ ആയിരിക്കാം. ഓൾഡ് സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അത് അനുഭവിച്ച് മുന്നോട്ട് പയറ്റി തെളിഞ്ഞു വന്നവരാണ്. മനസ്സിലായി? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയൊക്കെ ഓരോരോ കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ഓരോരോ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിച്ചു വന്നവരാണ്, അനുഭവത്തിലൂടെ പഠിച്ചു വന്നവരാണ്. അതാണ് ഓൾഡ് സോൾ എന്ന് പറയുന്നത്. അനുഭവത്തിലൂടെ പഠിച്ചുവെങ്കിൽ മാത്രമേ ഓൾഡ് സോൾ ആവുകയുള്ളൂ. മനസ്സിലായോ? ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ഒരുപാട് ബന്ധങ്ങളിലൂടെ, ഒരുപാട് കണക്ഷനുകൾ, എങ്ങനെയായാലും ചീറ്റിങ്ങുകൾ, ഇവിടെ ചീറ്റിംഗ് വന്നിട്ടുണ്ട്, ചീറ്റിങ്ങുകളിലൂടെ ഒക്കെയും നിങ്ങൾക്ക് പാഠം പഠിച്ചു വന്നാൽ മാത്രമേ, ശരിയായ വിധത്തിൽ പാഠം പഠിച്ചു വന്നാൽ മാത്രമേ ഒരു ഓൾഡ് സോൾ ആവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല വിധത്തിലുള്ള വിജ്ഞാനം ലഭിക്കുന്നത്, നോളജ് ലഭിക്കുന്നത്. ഈ നോളജ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. നിങ്ങളൊരു നല്ല ഹീലറാവുന്നു. നിങ്ങൾക്ക് ഹീലറാണ്. മനസ്സിലായോ? നിങ്ങളൊരു നല്ല ഹീലറാണ്. നിങ്ങൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നിലനിർത്താൻ കഴിയുന്നുണ്ട്. അതുവഴി തന്നെയും മറ്റുള്ളവർക്കത് പ്രചോദനമാകുന്നു, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും. അത് അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി അതുപോലെ തന്നെ ടെമ്പിൾ പാത്ത് എന്ന് പറഞ്ഞ ഈ ഒരു കാർഡ് തന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ 3 ആണ്. ദൈവാനുഗ്രഹം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള, നല്ലതുപോലെ ഇൻഡ്യൂഷൻ ഉള്ള, സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ എല്ലായ്പ്പോഴും സത്യസന്ധമായ പാതയിലൂടെ, സത്യത്തിന്റെ പാതയിലൂടെ ചരിക്കുന്നവരാണ്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകും, അത് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും. ഇത് നിങ്ങളുടെ ജന്മ ഉദ്ദേശ്യമാണിത്, ലൈഫ് പർപ്പസ് ഇതാണ്. കാരണം ഇതിനായിട്ട് നിങ്ങളെ ഡിവൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു എനർജിയുമായിട്ട്. ഇത്രയും അനുഭവങ്ങൾ തരുന്നത്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ പറയാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനും വേണ്ടിയാണ്. മനസ്സിലായി? നന്മയുടെ വഴിയെ പോവുക മാത്രമാണ് ഇവിടെ ടെമ്പിൾ പാത്ത് വന്നിരിക്കുന്നത്. നന്മയുടെ വഴിയെ മാത്രം പോവുക, അങ്ങനെയുള്ള ഒരു ഉദ്ദേശമുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു എനർജിയാണ് സ്ഥായിയായിട്ട് നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സിലായി? എത്രമാത്രം ആകാംക്ഷ, പലരും പല വിധത്തിലുള്ള കാര്യങ്ങളിലും പേടി, ആകാംക്ഷ ഒക്കെ അനുഭവിക്കുമ്പോൾ അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ അവർക്ക് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. കാരണം നിങ്ങൾ ഹാപ്പി ഫാമിലി, ഇവിടെ സന്തോഷകരമായിട്ട് കഴിയുന്ന വ്യക്തികളാണ്. മാനസികമായിട്ട് സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും, മറ്റുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കാനും
മറ്റുള്ളവർക്കത് പ്രയോജനപ്പെടുത്താനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷവും സമാധാനവും അനുഭവിച്ചു കഴിയുന്ന വ്യക്തികളാവാം. മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം അല്ലെങ്കിൽ പീസിനെ എംബ്രേസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇതുപോലെ ചക്രാസൊക്കെ ആക്റ്റീവ് ആകുന്നുണ്ട്. നിങ്ങളുടെ മെഡിറ്റേഷനൊക്കെ നിങ്ങൾ നല്ലതുപോലെ ചെയ്യുന്ന വ്യക്തികളാവാം. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ യോഗ ചെയ്യുന്ന വ്യക്തികളാണെന്ന് കാണുന്നുണ്ട്. യോഗ ചെയ്യുന്ന വ്യക്തികളാണ്. അതുപോലെ സൂര്യ നമസ്കാരം ചെയ്യുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ സൂര്യ ഗായത്രി ജപിക്കുന്ന വ്യക്തികളാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത്. നല്ല ഹീലിംഗ് പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. മനസ്സിലായി? അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്തത് എന്താണ് എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിവുള്ള വ്യക്തികളാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മനസ്സിലായി? വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആഗ്രഹ സഫലീകരണമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടതുണ്ടോ അതിനെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഒരു സ്പിരിച്വൽ വേയിലൂടെ വരുന്ന എനർജിയാണ് 11 നമ്പർ. കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെ ഉപേക്ഷിച്ചിട്ട് വരാമോ അത്രമാത്രം നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല ഈ ഒരു സമയത്ത്. കാരണം നിങ്ങൾ ഒരു ഓൾഡ് സോളിന്റെ എനർജിയിലിരിക്കുന്നു. മനസ്സിലായി? റിലേഷൻഷിപ്പ് തന്നെ ചിലപ്പോൾ 1, 2, 1 ആയിരിക്കില്ല, അതിനപ്പുറവും എന്തിനാണ് പാഠങ്ങൾ പഠിക്കുകയാണ്. മറ്റു പല വിധത്തിലുള്ള ചീറ്റിങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം. സാമ്പത്തികപരമായ ചീറ്റിങ്ങൾ, മറ്റു പലരും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയുള്ള ദുഷ്പ്രചരണം, അതൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവണം. എന്നിട്ടാണ് നിങ്ങൾ ഇത്രമാത്രം ഒരു നല്ലൊരു കഴിവിലൂടെ മുന്നോട്ട് വരുന്നത്. അതൊക്കെ വന്നു എങ്കിൽ മാത്രമേ ഇൻഡ്യൂഷൻ ഉണ്ടാവുകയുള്ളൂ, ഓൾഡ് സോൾ ആവുകയുള്ളൂ, കൂടുതലായിട്ട് സോളിന് പ്യൂരിറ്റി ലഭിക്കുകയുള്ളൂ. സോൾ പ്യുവർ ആകുമ്പോൾ മാത്രമാണ് കുറേ കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന, ഓറയൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് സ്വയം അറിയാൻ കഴിയുന്നുണ്ടാവും അല്ലേ? ഇവിടെ കണ്ടില്ലേ, ഇവിടെ റെയിൻബോസ് കാണിച്ചിട്ട് ഓറ ക്ലിയർ ആവുന്ന എനർജിയാണിത്. ചക്രാസിന്റെ കളേഴ്സ് ആണ് ഇവിടെ. അപ്പൊ ചക്രാസിനെ ഒക്കെ ആക്റ്റീവ് ആക്കി എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഉദ്ദേശം തന്നെ ഇതാണ്. ഇതിനായിട്ടാണ് ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ റേക്ക് പഠിക്കൂ, ടാരോ റീഡർ ആവൂ, അല്ലെങ്കിൽ ഒരു ടാരോ റീഡർക്ക് തന്നെയും മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ സമാധാനം കൊടുക്കാൻ സാധിക്കും അല്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനം കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട്. നല്ലൊരു റേക്കി ഹീലർ. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കർമ്മ കുറയ്ക്കാൻ ഒക്കെ നിങ്ങൾ സഹായകമാകും. നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ടെമ്പിൾ പാത്ത് വന്നിരിക്കും. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആകാംക്ഷയും ഫിയറും ഒക്കെ കുറയ്ക്കാൻ ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലരാണെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആയിരിക്കും മറ്റുള്ളവരുടെ പ്രവർത്തനം. പക്ഷെ അതുപോലെ ആയിരിക്കില്ല നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. മനസ്സിലായി? നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ നന്മയും നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മ, അതുപോലെ മറ്റുള്ളവരുടെ നന്മയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. നല്ല വഴിയേ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. മറ്റുള്ളവരെ നല്ല വഴിയിലൂടെ നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. സ്റ്റോം വാണിംഗ് എത്രമാത്രം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ തടുത്തു നിർത്താൻ നിങ്ങൾക്കൊരു കഴിവുണ്ടാവും. പ്രശ്നങ്ങൾ ഇല്ലാത്തവരൊന്നും ആരുമില്ലല്ലോ അല്ലെ? നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വരുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി അറിയാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അത് മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സന്തോഷകരമായി തന്നെ എല്ലായ്പ്പോഴും മുന്നോട്ട് പോകണം എന്നുള്ള കാര്യവും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലായ്പ്പോഴും സന്തോഷം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അല്ലാതെ വഴക്കും ബഹളവും ഒന്നും നടത്തിയല്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ കഴിയുന്നത്. എവിടെ മൗനം പാലിക്കണം അത് നിങ്ങൾക്കറിയാം.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൗനം പാലിക്കുന്നത് കൊണ്ട് തന്നെയും അത് മറ്റുള്ളവർക്കും പ്രചോദനമാകുന്നു. മനസ്സിലായി? അതുകൊണ്ട് തന്നെ വലിയ വലിയ വിപത്തുകളെ ഒഴിച്ചുവിടാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. നിങ്ങൾ പിന്നീട് പറയുമോ, ഞാൻ അന്നേരം മൗനം പാലിച്ചത് എത്ര നന്നായി, അതുകൊണ്ട് തന്നെ വലിയ ഒരു ആപത്ത് ഒഴിവായി കിട്ടിയല്ലോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. മനസ്സിലായി? സാമ്പത്തികപരമായ അടുക്കും ചിട്ടയും ബാലൻസ് ചെയ്ത് പോകൽ ഒക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ജെനുവിനായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളും നല്ല നിഷ്കളങ്കത ഉള്ള വ്യക്തികളുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേ പാഠങ്ങൾ തന്നിട്ട് കുറേ അനുഭവങ്ങൾ നിങ്ങളെ അനുഭവിക്കേണ്ടി വന്നത്. അനുഭവങ്ങളെ നിങ്ങൾക്ക് ഡിവൈൻ തന്നതും യൂണിവേഴ്സ് തന്നത് അതുകൊണ്ടാണ്. കാരണം കുറച്ചുകൂടി നിങ്ങളിന്ന് നന്മയിലേക്ക് വരാനുണ്ട്, കുറച്ചുകൂടി നിങ്ങളുടെ സോൾ ഒന്ന് പ്യുവർ ആകാനുണ്ട്. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇത്രമാത്രം പാഠം പഠിക്കേണ്ടി വന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു ജന്മ ലക്ഷ്യമാണ്, ജന്മ ഉദ്ദേശം ഇതാണ്. നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് ഇത് തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു ഉദ്ദേശം ഉണ്ടാവണമെന്നില്ലല്ലോ, എല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കണമെന്നുമില്ല. മനസ്സിലായി? അപ്പൊ ഈ ഒരു വഴിയിലൂടെ വരികയാണ് നിങ്ങളുടെ ജന്മ ഉദ്ദേശം. ഇതാണ് നിങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഇതിനായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇത്രമാത്രം കാര്യങ്ങളൊക്കെ തന്നത്. ഒരുപാട് വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവണം, ഒരുപാട് വിഷമം, ഒരുപാട് ഉറക്കമില്ലായ്മ, ഒത്തിരി നിങ്ങൾ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്താൻ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളാവണം. പക്ഷെ അവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് വന്നിട്ടുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കില്ലായിരിക്കണം, പക്ഷെ നിങ്ങൾ മുന്നോട്ട് വരുംതോറും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കണം, അല്ലേ? ഞാൻ എത്രമാത്രം കടമ്പകളെ കടന്നു മുന്നോട്ട് വന്നു, അതൊക്കെ എന്തിനു വേണ്ടി ആയിരുന്നു? യൂണിവേഴ്സ് അല്ലേ എന്നെ ഇത് മുന്നിൽ നിന്ന് എന്നെ നയിച്ചു തന്നത്, ഇത്രമാത്രം കാര്യങ്ങളിലൂടെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തികളാവണം. മനസ്സിലായോ? അതാണ് നമ്മുടെ ഈ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.